ശരി, ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുകയാണ്. ജമ്മു കാശ്മീരിൽ ആ വിജയം ഇടതുപക്ഷത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതും CPM-ന് ആവേശം നൽകുന്നതുമാണെന്നാണ് മുഹമ്മദ് യൂസഫ് തരിഗാമി റിപ്പോർട്ടറിനോട് പറഞ്ഞത്. കന്യാകുമാരി മുതൽ ജമ്മു കാശ്മീർ വരെ ചെങ്കൊടി പാറുമെന്നും കുൽഗാമിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട CPM നേതാവ് തരിഗാമി റിപ്പോർട്ടറിനോട് വ്യക്തമാക്കി. ജമ്മു കാശ്മീരിൽ CPM മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുമോ എന്ന ചോദ്യത്തിന് തീരുമാനത്തിനായി അല്പം കാത്തിരിക്കാമെന്നായിരുന്നു തരിഗാമിയുടെ മറുപടി. Kanyakumari from Kerala to Kashmir. We are here with the red flag and we march together. That's what the message is from Kashmir, that irrespective of the party affiliations here, there and all that, but the fact remains that BJP's authoritarian regime for the better future of the people of India, but it has a message, bigger message for the whole of the country, that a better future, a secular future, a future of togetherness, that is what is required today. You see, the question is not the ministry and all that. Whatever the assignment has been given by our people to represent them, we will try to, we will discuss it, we will decide it, and let's wait for a while. ഹരിയാനയിൽ നിന്ന് PR സുനിൽ ചേരുന്നു. സുനിൽ, അനുകൂലമായ ഒരു ഘടകവുമില്ല എന്ന് വിലയിരുത്തിയിടത്തു നിന്നാണ് BJP ഇപ്പോൾ ഹാട്രിക് ജയവുമായി വെന്നിക്കൊടി പാറിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ക്യാമ്പിൽ ഇപ്പോഴും ഞെട്ടൽ മാറിയിട്ടില്ല അല്ലേ? തീർച്ചയായും കോൺഗ്രസ് വലിയ ഞെട്ടലിൽ തന്നെയാണ്. അപ്രതീക്ഷിതമായ തോൽവി എന്നാണ് കോൺഗ്രസ് ഇതിനെ വിലയിരുത്തുന്നത്. കോൺഗ്രസ് വലിയ വിജയപ്രതീക്ഷയിലായിരുന്നു. രാവിലെ വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടതാണ്. വലിയ നിലയിൽ കോൺഗ്രസ് ലീഡ് നില ഉയർത്തി, ഏതാണ്ട് 60-ന് മുകളിലേക്ക് സീറ്റുകൾ വരെ ലീഡ് നില ഉയർത്തിയ ശേഷമാണ് പെട്ടെന്ന് കോൺഗ്രസ് തകർന്നടിയുന്ന കാഴ്ച ഹരിയാനയിൽ കണ്ടത്. എക്സിറ്റ് പോൾ സർവേകളൊക്കെ തന്നെ കോൺഗ്രസിന് അനുകൂലമായ പ്രവചനമാണ് നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് മുൻപേ തന്നെ കോൺഗ്രസ് ആഘോഷത്തിലായിരുന്നു. ഏതായാലും വലിയ തിരിച്ചടിയാണ് കോൺഗ്രസിന് ഹരിയാനയിൽ ഉണ്ടായിരിക്കുന്നത്. ഒരുപാട് ജനകീയ വിഷയങ്ങൾ ഹരിയാനയിൽ ചർച്ച ചെയ്യപ്പെട്ടുവെങ്കിൽ പോലും അതൊന്നും വോട്ടായി മാറിയില്ല. BJPക്ക് അനുകൂലമായ വലിയ തരംഗമുണ്ടായി എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. BJPയും കോൺഗ്രസും പിടിച്ച വോട്ടുകൾ പരിശോധിച്ചാൽ രണ്ട് പാർട്ടികളും തുല്യമായ വോട്ടാണ് ഹരിയാനയിൽ പിടിച്ചിരിക്കുന്നത്. 39.89% വോട്ട് BJPക്ക് കിട്ടിയപ്പോൾ 39.09% വോട്ട് കോൺഗ്രസും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ വോട്ടിന്റെ കാര്യത്തിൽ ഇരു പാർട്ടികളും തുല്യമാണ്. പക്ഷേ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഒപ്പം തന്നെ BSP, INLD, AAP പാർട്ടികൾ ചില മണ്ഡലങ്ങളിലെങ്കിലും കോൺഗ്രസിന് അനുകൂലമായ വോട്ടുകൾ പിളർത്തിയിട്ടുണ്ട്. ഏതായാലും ജാട്ട് വോട്ടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു കോൺഗ്രസ് മുന്നോട്ട് പോയതെങ്കിൽ ജാട്ട് ഇതര പാർട്ടികളുടെ കൺസോളിഡേഷൻ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായി. ജാട്ട് വോട്ടുകളും ദളിത് വോട്ടുകളും നേടി വിജയിക്കാം എന്നതായിരുന്നു കോൺഗ്രസ് പ്രതീക്ഷ. ഏതായാലും തെരഞ്ഞെടുപ്പ് ഗ്രൗണ്ടിലൊക്കെ തന്നെ അത് പ്രകടമായിരുന്നു. കോൺഗ്രസിന് അനുകൂലമായ തരംഗം ഈ തെരഞ്ഞെടുപ്പ് ഗ്രൗണ്ടിലൊക്കെ തന്നെ പ്രകടമായിരുന്നുവെങ്കിൽ പോലും അത് വോട്ടായി മാറിയില്ല. BJPക്ക് അനുകൂലമായി ജാട്ടിതര പാർട്ടികളുടെ വലിയ കൺസോളിഡേഷൻ ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി. അത് BJPക്ക് വലിയ നേട്ടമായി. ഏതായാലും BJP സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. നവാബ് സിംഗ് സൈനി തന്നെയായിരിക്കും ഹരിയാനയിൽ മുഖ്യമന്ത്രിയാവുക. അങ്ങനെ ഹാട്രിക് വിജയത്തോടുകൂടി ഹരിയാനയിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ് BJP.